ഡോക്ടർ അരുണും നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ആദ്യം ഞാൻ സുനിലിലേക്കാണ് പോകുന്നത്. പി ആർ സുനിൽ, ഇപ്പോൾ ആവേശമുച്ച സ്ഥായിൽ ഒന്ന് ചോദിക്കുമ്പോൾ ഇനി 6 ദിവസം എന്ന് പറയുമ്പോൾ 6-ാം ദിനം വോട്ട് കുത്തുന്ന ദിവസമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതികരണങ്ങളൊക്കെ കാണിക്കുന്നത്? 4 ദിവസം മാത്രമേ ഉള്ളൂ പരസ്യ പ്രചാരണത്തിനായിട്ട്. അപ്പോൾ വിവാദങ്ങളിലാണ് ഈ പ്രചരണമൊക്കെ തുടങ്ങിയത്. വിവാദങ്ങളിലൂടെ യാത്ര ചെയ്ത് പുതിയ പുതിയ വിവാദങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു 4 ദിവസം പ്രചരണത്തിന് ബാക്കിയിരിക്കുമ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മണ്ണ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആർക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്, വിധി എഴുതാൻ പോകുന്നത് എന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു ട്രെൻഡ് പ്രകടമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ ഒരു ഭരണ തുടർച്ചയുടേത്, അതല്ല എങ്കിൽ ഭരണമാറ്റത്തിൻ്റേത്. പക്ഷേ ഇത് രണ്ടും ഇല്ല എന്നല്ല, ഇത് രണ്ടും ഉണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഭരണം മാറിയേക്കാം, അതല്ല എങ്കിൽ ഭരണ തുടർച്ച ഉണ്ടായേക്കാം എന്ന തരത്തിൽ ഉള്ള പ്രചരണ സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ വരുന്ന പല സർവേകളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ചില സർവേകൾ പറയുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ ഇത്തവണ UDF അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ FCRA വിവാദത്തിന് ശേഷം, ആ ബില്ലുമായി ബന്ധപ്പെട്ട് വിവാദത്തിന് ശേഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി BJPയിലേക്ക് ഒരുപക്ഷെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വോട്ടുകൾ കൂടി ഇപ്പോൾ UDFയിലേക്ക് മാറാം എന്നുള്ള സൂചനകൾ ചിലർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, കണക്കുകൂട്ടലുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലാണ് വലിയ വിവാദങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് പറയാം, ട്രെൻഡ് തിരിച്ചാണെന്നല്ല. ആ FCRA ബില്ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് മണ്ണിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ ഡാറ്റകൾ വെച്ച് മാത്രം പറഞ്ഞതാണ്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സർവേ ഡാറ്റകൾ വെച്ച്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ വിവാദങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വിവാദങ്ങളാണ് ഇപ്പോൾ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ മതം എന്ന് പണ്ട് ചില നേതാക്കൾ പറഞ്ഞതുപോലെ ആ നിലയിലേക്ക് പ്രചരണം മാറുന്നു എന്നതാണ്. പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ വിവാദം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. ഏതായാലും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ പരാജയപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു വലിയൊരു വികാരം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. കാരണം അത്രയ്ക്കുറച്ച ഇടതുപക്ഷ മണ്ണാണ് പേരാമ്പ്രയിലേത്. കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ ഏതാണ്ട് 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് TP രാമകൃഷ്ണൻ വിജയിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 18,000, 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതിന് മുൻപുള്ള സാഹചര്യം എടുത്താലും അതിന് സമാനമായ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കുന്ന പേരാമ്പ്രയിൽ ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാവുന്നത്. കൗമിലെ കുട്ടിക്ക് വോട്ട് നൽകണം എന്നൊക്കെയുള്ള പ്രചരണം ഇപ്പോൾ ഫാത്തിമ തേലിയ UDFൻ്റെ സ്ഥാനാർത്ഥി നടത്തിയെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് വന്നു എന്ന് പറയുന്നു. പക്ഷേ LDF ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല, അക്കാര്യം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഔദ്യോഗികമായി നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പരസ്പരം കേസുകൾ വന്നിരിക്കുകയാണ്. 4,000 വോട്ടിൽ നിന്നാണ് 22,000 വോട്ടിലേക്ക് TP രാമകൃഷ്ണൻ മാർജിൻ വർദ്ധിപ്പിച്ചത്. അതിനുശേഷമാണ് ഇത്തവണ വലിയ പോരാട്ടം നടക്കുന്നു എന്ന പ്രതീതി ഉണ്ടാവുന്നത്. അല്ല, ഉറപ്പായിട്ടും അത് 2016 72,359 TP രാമകൃഷ്ണന്റെ വോട്ട് എന്ന് പറയുന്നത്. അന്ന് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അല്ല, അത് എത്രയോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിൽ, വലിയ പിന്തുണയിൽ ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതിൽ മറിച്ചൊരു പ്രതീക്ഷ, ഏതായാലും മറിച്ചൊരു ആശങ്ക ഇടതുപക്ഷത്തിന് ഇത്തവണയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ആ ഒരു മണ്ഡലത്തിൽ ഏറ്റവും പോപ്പുലറായ ഒരു MLA ആണ്. എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന ഒരു MLA ആണ്. മാത്രമല്ല, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, മണ്ഡലത്തിലെ വികസനം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് TP രാമകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പേരാമ്പ്രയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോയാൽ R ശ്രീലേഖ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നും അതിനോട് സംസ്ഥാന സർക്കാർ കണ്ണടച്ചു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഇവർ കേരളത്തിലെ മുൻ DGP ആണെന്ന് ഓർക്കണം. മാത്രമല്ല, ഈ BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന R ശ്രീലേഖ നേരത്തെ തിരുവനന്തപുരത്ത് ഈ നമ്മുടെ ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്, പൊങ്കാലയ്ക്കിടയിൽ നടക്കുന്ന കുത്തിയോട്ടം എന്നൊരു ചടങ്ങുണ്ട്, ആചാരമുണ്ട്. അതിനെതിരെ കേസെടുത്ത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് R ശ്രീലേഖ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കിളിരൂർ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ വലിയ വിവാദങ്ങൾക്കിടയിൽ തൻ്റെ കയ്യിൽ എന്തോ ഒരു പുതിയ രേഖ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. നിലപാടുകളുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ച പല
സമീപനങ്ങളും പിന്നീട് വലിയ വിവാദമായിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെയൊരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നത്. 2020 കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നരേന്ദ്രമോദി അമിത്ഷാ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ BJPയുടെ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അതും മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അത്രയ്ക്ക് ഉള്ള ഒരു അധപ്പതനത്തിലേക്ക് നിലപാടുകൾ എത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പാലക്കാട്ട് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം. ഇപ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും എത്തുമ്പോൾ കള്ളവോട്ട് ഇപ്പോൾ KC വേണുഗോപാൽ ഉയർത്തിയ വിവാദം. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കത്തിപ്പടരുകയാണ്. അപ്പോൾ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിവാദങ്ങളിൽ തുടരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മണ്ണ് മാറുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആർക്കനുകൂലമാകും ജനവിധി എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മണ്ണ് മാറുകയാണ്. അപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ വികസനം തന്നെയാണ്. വികസനം ഉയർത്തി തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായ പ്രചരണം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നത്. ഇതൊരു നിസ്സാര തെരഞ്ഞെടുപ്പല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. കാരണം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിലും അധികാര തുടർച്ച നേടുകയാണെങ്കിലും അത് ചരിത്രമാണ്. ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷം തുടച്ചു നീക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ പോവുകയാണ്. നമുക്കറിയാലോ, ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പല കാലങ്ങളിൽ ആ നിലപാടുകൾ വളരെ പ്രസക്തമായിട്ടുണ്ട്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റ് പല സാമൂഹ്യക്ഷേമ പദ്ധതികൾ, കർഷകർക്കുള്ള സഹായങ്ങൾ, ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നത് അന്ന് ഒന്നാം UPA സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അന്ന് എടുത്ത ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം അവകാശമാക്കുന്ന ബില്ല് വരുന്നത് ഇടതുപക്ഷം ശക്തമായ ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് അന്ന് ഇടതുപക്ഷം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്? അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയുമായി ആണവ കരാർ ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല എന്ന് അന്ന് ഇടതുപക്ഷം ശക്തമായി വാദിച്ചു. പക്ഷേ അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇടതുപക്ഷം സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? ഇന്ന് അമേരിക്ക ഇന്ത്യയെ ഒരു ചങ്ങലയിൽ കുരുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അമേരിക്ക ഇന്ത്യയോട് കൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സമീപകാല സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം. താരിഫുമായി ബന്ധപ്പെട്ട വിവാദം, അതെ, എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ത്യ അത് അനുസരിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ആ നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും നിലപാടുകളുടെ കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള സമീപനം, നിലപാടുകൾ അതൊക്കെ തന്നെ വളരെ പ്രസക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപക്ഷെ ഇത്തവണ ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ ആ ശബ്ദം കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാകാൻ പോകുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്, പ്രസക്തി കൂടിയുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ജയിച്ചാലും ചരിത്രമാണ്. ആ നിലയിൽ കൂടി വിലയിരുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഏതായാലും വിവാദങ്ങൾ ആളിപ്പടരുകയാണ്. തീർച്ചയായും വാശിയേറിയ പോരാട്ടം തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. Meet the editors.